നവകേരളം നവമുന്നേറ്റം. സമാനതകളില്ലാത്ത കേരള വികസന മോഡൽ സമഗ്ര മേഖലയിലും കൈവരിച്ച മാറ്റങ്ങൾ അനവധിയാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലത്തിലെ സമഗ്ര വികസന ചിത്രം പങ്കുവയ്ക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിൽ ഉൾപ്പെടുന്ന ഇരട്ടയാർ, കരുണാപുരം, നെടുങ്കണ്ടം, പാമ്പാടുംപാറ, രാജക്കാട്, രാജകുമാരി, ശാന്തൻപാറ, സേനാപതി, വണ്ടൻമേട്, ഉടുമ്പൻചോല എന്നീ പഞ്ചായത്തുകൾ ചേർന്ന മണ്ഡലമാണിത്. ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ സമാനതകളില്ലാത്ത വികസനമാണ് മണ്ഡലത്തിൽ പോയ വർഷം സാധ്യമായത്. വികസന രംഗത്ത്, PWD രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, പൊതുജനാരോഗ്യ രംഗത്ത് അങ്ങനെ സമസ്ത മേഖലയിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഒരിക്കലും നടക്കാത്ത അത്ര വികസന മുന്നേറ്റമാണ് ഒന്നാം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ വീണ്ടും അധികാരത്തിൽ വരുന്ന രണ്ടാം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും നടപ്പിലാക്കുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കിഫ്ബിയിലൂടെയുള്ള ധനവിനിയോഗം മണ്ഡലത്തിലെ വികസനത്തിന് ആക്കം കൂട്ടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ഒന്നാം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി സ്വീകരിച്ച സാമ്പത്തിക, രാഷ്ട്രീയ, വികസന നയം, കാഴ്ചപ്പാടുമാണ് നടപ്പിലാക്കിയത്. അതിന് ധനസമാഹരണ മാർഗം നിത്യനിദാന വരുമാനം കൊണ്ട്, പരിമിതമായ വരുമാനം കൊണ്ട് സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് നാനാരംഗത്തും വികസന പ്രവർത്തനം മുന്നോട്ട് നടത്താൻ കഴിയില്ല എന്ന ആശയമുള്ളതുകൊണ്ടാണ് അന്ന് സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെച്ച കിഫ്ബി വഴിയുള്ള ധനസമാഹരണ മാർഗം എന്ന് വളരെ വ്യക്തമാണ്. 2016 മുതൽ CPMലെ MM മണിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. സംസ്ഥാനത്തെ ദൈനംദിന വരുമാനം വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് സമസ്ത മേഖലയിലും വികസനത്തിന് കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചതെന്ന് മുൻ വൈദ്യുത വകുപ്പ് മന്ത്രി കൂടിയായ മണ്ഡലത്തിലെ MLA MM മണി പറഞ്ഞു. ഫലപ്രദമായി ആ വികസന നയം, കാഴ്ചപ്പാട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ്റെ രണ്ടാം നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്റും വികസന രംഗത്ത് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത്, പൊതുജനാരോഗ്യ രംഗത്ത്, വികസന രംഗത്ത്, റോഡ് നിർമ്മാണ രംഗത്ത്, PWDയുടെ പ്രവർത്തന രംഗത്ത് സമസ്ത മേഖലയിലും സ്വാധീനം ചെലുത്താൻ ആ വികസന കാഴ്ചപ്പാടിന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തന്നെ അന്നത്തെ ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട തോമസ് ഐസക്ക് ആണ് ഈ കാഴ്ചപ്പാട് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ഗവൺമെൻറ്റിന് വേണ്ടി അവതരിപ്പിക്കുകയും എല്ലാം ചെയ്തത്. അത് ഫലപ്രദമായിരുന്നു ആ കാഴ്ചപ്പാടെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതേ നയം തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്.
വിദ്യാഭ്യാസ മേഖലയിൽ രാജകുമാരി ഹയർ സെക്കൻഡറി സ്കൂൾ, കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവിലെ തലയെടുപ്പ് തന്നെ വികസനത്തിന്റെ മകുടോദാഹരണമായി നിലനിൽക്കുന്നു. സംസ്ഥാനത്തെ ദൈനംദിന വരുമാനം എന്ന് പറയുന്നത് പരിമിതമാണ്. അത് നിത്യനിദാന ചെലവിന് പോലും കഠിനയാണ്, തികയില്ല. അപ്പം സംസ്ഥാനത്തിൻ്റെ സമസ്ത പുരോഗതിക്ക് പണം കണ്ടെത്തേണ്ട അനിവാര്യമാണ്. അത് വികസന രംഗം, റോഡ് നിർമ്മാണം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, പിന്നെ അതോടൊപ്പം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നടക്കണമെങ്കിൽ അതിനുള്ള പണം കണ്ടെത്തണം, ധനസമാഹരണം നടക്കണമെന്ന പ്രശ്നം അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുമ്പാകെ വന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് ആ ഗവൺമെൻറ്, ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, അന്നത്തെ ധനകാര്യ വകുപ്പ്, അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തോമസ് ഐസക് ഈ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ, അന്ന് ഗവൺമെൻറ് അംഗീകരിച്ച നയമാണ് ഇത്. കിബി വഴിയുള്ള ധനസമാഹരണം, ആ പണം ഉപയോഗിച്ച് കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ഉപയോഗിക്കുക. അതോടൊപ്പം സാമ്പത്തിക ബാധ്യതകൾ വരുന്നത് പിന്നെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നതുകൊണ്ട് തന്നെ ആ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനും ഗവൺമെൻറ്റിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ധനകാര്യ വകുപ്പിനും കഴിയും എന്ന കാഴ്ചപ്പാടാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഉടുമ്പൻചോല, രാജക്കാട്, അഞ്ചൽ റോഡും രാമക്കൽമേട്, കമ്പംമേട് റോഡും ഇരുട്ടുകാനം, മയിലാടുംപാറ റോഡ് നിർമ്മാണ പൂർത്തീകരണവും മണ്ഡലത്തിന്റെ മൊത്തം മുഖച്ഛായ തന്നെ മാറ്റി. റോഡ് നിർമ്മാണ രംഗത്ത് ഇടുക്കി ജില്ലയിൽ 100 കണക്കിന് കോടി രൂപയാണ് മുടക്കിയിരിക്കുന്നത്. ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ എടുത്തു പറയാവുന്ന നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിരവധി റോഡുകളാണ് ഇതിൻ്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്നതെന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യമേഖലയിൽ വണ്ടൻമേട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും നെടുങ്കണ്ടം താലൂക്ക് ഹോസ്പിറ്റൽ എന്നിവയുടെ നിർമ്മാണ പൂർത്തീകരണവും പ്രവർത്തനവും മണ്ഡലത്തിലെ മറ്റൊരു ഉദാഹരണമാണ്. കിബി വഴിയുള്ള ധനസമാഹരണം എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പം അതിനെതിരെ രൂക്ഷമായ വിമർശനം പ്രതിപക്ഷമെല്ലാം ഉന്നയിച്ചുവെങ്കിലും ആ വിമർശനം അസ്ഥാനത്താണെന്നും ഒരു ശരിയായ ധനസമാഹരണ മാർഗമാണ് കിബി വഴിയുള്ള ധനസമാഹരണ മാർഗമെന്നും തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സമസ്ത രംഗത്തും ഈ ധനസമാഹരണ മാർഗം പിന്നെ വികസന മുന്നേറ്റം സംഘടിപ്പിക്കുന്നതിന്, പുരോഗതി ആർജിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ അനുഭവം. അതാണ്.
നെടുങ്കണ്ടത്തെ KP തോമസ് ഇൻഡോർ സ്റ്റേഡിയം കായിക മേഖലയിലെ മണ്ഡലത്തിന്റെ വികസന മുഖത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ഉടുമ്പൻചോല സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ബഹുനില മന്ദിരം മണ്ഡലത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് മറ്റൊരു അഭിമാന നേട്ടമാണ്. ഉടുമ്പൻചോല 2-ാം മൈൽ റോഡ്, ചെമ്മണ്ണാർ ക്യാപ്പ് റോഡ്, കമ്പംമെട്ട് രാമക്കൽമേട് വണ്ണപ്പുറം റോഡ്, ഇടുക്കി മെഡിക്കൽ കോളേജ്, നെടുങ്കണ്ടം സ്റ്റേഡിയം 2 സ്റ്റേഡിയം, ഇപ്പോൾ പഞ്ചായത്ത് സ്റ്റേഡിയം 10 കോടി മുടക്കി 40 കോടിയുടെ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കാൻ പോകുന്നു. ജില്ലാ ആശുപത്രി ഇവിടെ നെടുങ്കണ്ടത്ത് സ്ഥാപിക്കാൻ പോകുന്നു. അതിനുള്ള ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ സർക്കാർ കോളേജ്, ഒരു പുതിയ കോളേജ്, ഗവൺമെൻറ് കോളേജ് അനുവദിക്കപ്പെട്ടു. പൂപ്പാറ ഗവൺമെൻറ് കോളേജ്, അതിൻ്റെ പ്രവർത്തനത്തിനുള്ള ധനസമാഹരണം കണ്ടു. ഇതുകൂടാതെ ഉടുമ്പൻചോലയിലെ ഒരു ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ലക്ഷ്യം വെച്ചുള്ള ഭൂമി ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരാശുപത്രിയായി തുടങ്ങണം ഇപ്പോൾ, എന്നിട്ട് അത് പരിവർത്തനം ചെയ്ത് മുന്നോട്ട് പോകാമെന്ന നിലയിലെല്ലാമാണ് കാണുന്നത്. അത് ഈ രംഗത്ത് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും ഈ പണം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ നയങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പം മുന്നോട്ട് വെക്കുന്നതും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടും അതാണ്. വികസനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലുറച്ച് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നയം. ആ നയത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞതും. MM മണി MLA, നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഉടുമ്പൻചോലയുടെ മണിയാശാൻ. മുന്നിൽ നിന്നും നയിച്ച സമാനതകളില്ലാത്ത വികസന ചിത്രങ്ങളാണ് നാം ഇതുവരെ കണ്ടത്.